സർക്കാരിന് ലഭിക്കും മുൻപേ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നുവെന്ന സ്പീക്കർ എൻ ഷംസീറിന്റെ പരാമർശത്തിനെതിരെ ലോക് ഭവൻ രംഗത്ത്. ഷംസീർ പറഞ്ഞത് തെറ്റായ കാര്യമാണ്. ഭരണഘടനാ മൂല്യങ്ങളോട് സ്പീക്കർ മാന്യത പുലർത്തണം. സ്പീക്കർക്ക് നൽകിയ കത്ത് മാധ്യമങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നും ലോക് ഭവൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയാണ്. റഹീസ് റഷീദാണ് ചേരുന്ന വിശദാംശങ്ങളുമായി. റഹീസ്, ലോക് ഭവനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് സ്പീക്കർ സംസാരിച്ചത്. അതിനുള്ള മറുപടി ഏതാണ്ട് അതേ മട്ടിൽ തന്നെ ലോക് ഭവൻ നൽകുകയും ചെയ്യുന്നു. പോരെ മറ്റൊരു തരത്തിലേക്ക് എത്തുകയാണോ? വിനിത, സർക്കാർ ലോക് ഭവൻ പോര് മറ്റൊരു രീതിയിലേക്ക് മാറുകയാണ്. അതിന്റെ ഭാഗമായ സ്പീക്കർ എൻ ഷംസീർ ഇന്നലെ ലോക് ഭവനിലെ ഗവർണറുടെ ഓഫീസിനെതിരെ ഗുരുതരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിന് അതേ നാണയത്തിലുള്ള ഒരു മറുപടിയാണ് ഗവർണറുടെ ഓഫീസ് നൽകിയിരിക്കുന്നത്. ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഗവർണറോട് ഈ രീതിയിലാണോ സംസാരിക്കേണ്ടത് എന്ന കാര്യം സ്പീക്കറുടെ ഓഫീസ് പരിശോധിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്നലെ സ്പീക്കർ പറഞ്ഞത് സ്പീക്കർക്ക് ലോക് ഭവനിൽ നിന്ന് അയച്ച കത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് അത് കിട്ടി എന്നതായിരുന്നു. ആ സ്പീക്കർ പറഞ്ഞത് തെറ്റാണ് എന്ന് ലോക് ഭവൻ പറയുന്നു. മാധ്യമങ്ങൾക്ക് ആ കത്ത് ഞങ്ങൾ കൊടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമം ആ കത്തിന്റെ കോപ്പി പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറഞ്ഞത് തെറ്റാണ്. ഗവർണർ എന്ന പദവിയോടും ആ ഭരണഘടനാ പദവിയോട് കൃത്യമായ രീതിയിൽ ഇടപെടാൻ സ്പീക്കർക്ക് കഴിയണം എന്ന് ഓർമ്മിപ്പിച്ചാണ് വാർത്താക്കുറിപ്പ് അവസാനിക്കുന്നത്. വിനീത, റഹീസ, ഇതിലിപ്പോൾ സർക്കാരിന്റെ ഒരു നിലപാട് എന്താണ്? നേരത്തെ തന്നെ ഗവർണറുമായുള്ള പോര് അത് കേരള സർവകലാശാല വിഷയത്തിലൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതൊരു ഒരുപക്ഷെ വിവരങ്ങൾ പങ്കുവെക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇത്തരത്തിൽ കോൺഫിഡൻഷ്യലായ കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം എന്നതിനപ്പുറം അതിനൊരു വ്യാപ്തിയുണ്ടോ? സർക്കാരുമായി കൂടിയാലോചിച്ചിട്ട് തന്നെയാണ് സ്പീക്കർ എൻ ഷംസീർ ഇന്നലെ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലോക് ഭവനെതിരായ നിലപാടെടുത്തത്. സ്പീക്കറെ അതിനെ ചൊടിപ്പിച്ചതിന് കാരണമുണ്ട്. കാരണം ഹൈലി കോൺഫിഡൻഷ്യൽ എന്നെഴുതി ലോക് ഭവനിൽ നിന്ന് ഒരു കത്ത് സ്പീക്കർക്ക് കിട്ടുന്നു. ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ വായിച്ചു നോക്കുന്നതിന് മുമ്പ് തന്നെ അതിലെ കണ്ടന്റ് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ടാണ് ആ രീതിയിൽ സ്പീക്കർ എൻ ഷംസീറിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം ഉണ്ടായത്. അതിൽ ലോക് ഭവൻ ഇന്ന് പറയുന്ന ന്യായീകരണം ആ തരത്തിൽ വസ്തുതാപരമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം കത്തിന്റെ കോപ്പി മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നതാണ് ലോക് ഭവൻ ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. അത് ശരിയുമാണ്. കത്തിന്റെ കോപ്പി ഒരു മാധ്യമവും പ്രസിദ്ധീകരിച്ചിട്ടുമില്ല. പക്ഷേ അതിലെ കണ്ടന്റ് പുറത്തു വന്നു എന്നത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് സ്പീക്കർ ആ തരത്തിൽ പ്രതികരിച്ചത്. അതിനോട് അതേ രീതിയിൽ തന്നെ മറുപടി ലോക് ഭവനും പറഞ്ഞിരിക്കുന്നു. ശരി, വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും പോര് മുറുക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ലോക് ഭവന്റെ